ഇന്നലെ രാത്രി വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ ഡ്രോൺ ആൻഡ് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പ്രതികാരാക്രമണമായി ഇന്ത്യ കറാച്ചി തുറമുഖത്തെ നശിപ്പിച്ചതായും INS വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയർ അതിന് ഉപയോഗിച്ചുവെന്നും ഒരുപാട് വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇന്നലെ മുഴുവനും എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതായിരുന്നു ഒരു ഹോട്ട് ടോപ്പിക്. ഇതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. കറാച്ചി തുറമുഖത്തെ ഇന്ത്യൻ നാവികസേന ആക്രമിച്ചിട്ടേയില്ല. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇവിടെ വലിയൊരു ഗെയിം അല്ലെങ്കിൽ വല്ലാത്തൊരു തിടുക്കം കാണിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് വെരിഫൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് നൽകുന്നതിന് പകരം അവരെല്ലാം അത് ഒന്നും തന്നെ അറിയാതെ ഷെയർ ചെയ്യാൻ തുടങ്ങി. കൂടാതെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മീഡിയാസ് NDTV, ഇന്ത്യ ടുഡേ, റിപ്പബ്ലിക് TV, NI ഇങ്ങനെയുള്ള എല്ലാ ചാനൽസും റെഫർ ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഓത്തന്റിസിറ്റിക്ക് വേണ്ടി റെഫർ ചെയ്യുന്ന വ്യക്തികൾ ഇതൊക്കെ കൺഫേം ചെയ്ത് റീട്വീറ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും അത് വിശ്വസിച്ചു. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല. അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കൺഫർമേഷന് വേണ്ടി കാത്തിരുന്ന നമുക്ക് ലഭിച്ചൊരു വാർത്ത അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നായിരുന്നു. എന്തിന്? കേരളത്തിലെ പല മാധ്യമങ്ങൾ പോലും, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എല്ലാം തന്നെ, പേര് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്കതറിയാമായിരിക്കും, ലൈവായി തന്നെ കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിച്ചു, കറാച്ചി തുറമുഖം കത്തി നശിച്ചു, ചാമ്പലായി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് നമ്മുടെ ചാനലിലെ കമന്റ്സിൽ പോലും പലരും വന്ന് പറഞ്ഞിരുന്നു കറാച്ചി തുറമുഖം ഇന്ത്യ നശിപ്പിച്ചു, കത്തിച്ചു എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ചൈനയുടെ PL-15E എന്ന ഈ മിസൈൽ. ഇത് പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട് ചൈന. ഇത് വളരെ ദൂരം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു PVR മിസൈലാണ്. ഇതിന്റെ എക്സ്പോർട്ട് വേരിയന്റിന്റെ റേഞ്ച് 145 കിലോമീറ്റർ ആണ്. ചൈനക്കാർ ഉപയോഗിക്കുന്നതിൽ 200 കിലോമീറ്റർ റേഞ്ച് ആണ്. ഇപ്പോ ഈ ഒരു മിസൈൽ പൂർണ്ണമായും യാതൊരു കേടുപാടും കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കും? കൂടാതെ ഈ മിസൈലിന്റെ സവിശേഷതകൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം PL-15E എന്നത് പാകിസ്ഥാൻസിന്റെ ഒരു ബ്രഹ്മാസ്ത്രം എന്ന് പറയാം. നമുക്ക് എങ്ങനെയാണോ ബ്രഹ്മോസ് ഒരു ബ്രഹ്മാസ്ത്രമായി മാറിയത്, അതുപോലെയാണ് PL-15E എന്നത് പാകിസ്ഥാന്റെ ഒരു ബ്രഹ്മാസ്ത്രമാണ്. കാരണം ചോദിച്ചാൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാന്റെ ടെറിട്ടറിക്കുള്ളിൽ നിന്ന് തന്നെ എൻഗേജ് ചെയ്യാൻ സാധിക്കും. ഇതാണ് PL-15E അവർക്ക് നൽകുന്ന ഒരു നേട്ടം. ഇപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻസ് എപ്പോഴെല്ലാമാണോ അവരുടെ ഡ്രോൺസ് മിസൈൽസ് ഒക്കെ അയക്കുന്നത്, അപ്പോഴെല്ലാം അവരുടെ വ്യോമസേനയിലെ എല്ലാ വിമാനങ്ങളെയും ആകാശത്ത് പറത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ്സും പാട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളുടെയും യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ പാട്രോളിംഗ് നടത്താനുള്ള കാരണം, ഒരു പക്ഷേ ശത്രു അകത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് വെടിവെച്ച് വീഴ്ത്തുക. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഓരോ രാജ്യത്തിലും ഏകദേശം 120 മുതൽ 140 യുദ്ധവിമാനങ്ങൾ രണ്ട് സൈഡും ആക്റ്റീവായി പാട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതാണ് വെരിഫൈ ചെയ്ത ഒരു വാർത്ത. അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ അവിടെ ഒരു അറ്റാക്ക് നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ ആകാശത്തിൽ ഏകദേശം 150 യുദ്ധവിമാനങ്ങൾ ലിറ്ററലി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ട് ഒരു വല്ലാത്ത സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഇനി ഈ പാട്രോളിംഗ് നടത്തുക എന്നതിനപ്പുറം PVR ക്യാപ്പബിലിറ്റി, ഇപ്പോഴുള്ള ഈ PVR ക്യാപ്പബിലിറ്റീസ്, ഉദാഹരണത്തിന് പാകിസ്ഥാന്റെ പക്കൽ 145 കിലോമീറ്റർ റേഞ്ചുള്ള PVR ഉണ്ട്. ഇന്ത്യയുടെ പക്കലും അതുപോലെ തന്നെ 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള മീറ്റിയോർ എന്ന മിസൈൽ ഉണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെ ടെറിട്ടറിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ ലോക്ക് ചെയ്യുക, ചില കേസുകളിൽ ഫയർ ചെയ്യുക, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക്ക് ചെയ്യുന്നത് വേറെയാണ്, ഫയർ ചെയ്യുന്നത് വേറെയാണ്. ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ യുദ്ധവിമാനത്തെ റഡാർ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ട് ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. നിങ്ങളുടെ യുദ്ധവിമാനത്തെ ഞങ്ങളുടെ റഡാറിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുമെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശത്രുക്കളുടെ ഈ വിമാനത്തിലെ പൈലറ്റ് ചെയ്യുന്നത് ഭയന്നുകൊണ്ട് അവരോട് ചെയ്യാൻ വന്ന മിഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി വിട്ട് അവർ പുറത്തേക്ക് പോകും. ഇത് ഒരു സോഫ്റ്റ് പവർ ആണ്. ഇനി ഹാർഡ് കിൽ അല്ലെങ്കിൽ ഹാർഡ് പവർ എന്താണെന്ന് ചോദിച്ചാൽ, ലോക്ക് ചെയ്തതിന് ശേഷം മിസൈൽ ഫയർ ചെയ്യുക, ആ യുദ്ധവിമാനത്തെ ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ വെടിവെച്ച് വീഴ്ത്തുക. ഇങ്ങനെയുള്ള ഒരു ക്യാപ്പബിലിറ്റീസ് പാകിസ്ഥാന്റെ പക്കലുമുണ്ട്, ഇന്ത്യയുടെ പക്കലുമുണ്ട്. PVR അതാണ് നൽകുന്നത്. അപ്പോൾ പാകിസ്ഥാൻസ് കഴിഞ്ഞ 2-3 ദിവസമായി ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ PVR മിസൈൽസ് ഉപയോഗിച്ച് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത, അൺവെരിഫൈഡ് ആയിട്ടുള്ള ക്ലെയിംസ് ഇന്റർനെറ്റ് മുഴുവനും പടരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കത് 200% വെരിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം
പാകിസ്ഥാൻസിന്റെ PL-15E ഈ PVR മിസൈൽസ് നമ്മുടെ ടെറിട്ടറിക്കുള്ളിൽ നിന്നും നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ ഈ ഒരു മിസൈലിനെ നമ്മൾ ഫുള്ളി ഇൻടാക്റ്റ് ആയ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. അതായത് അതിന് ഏതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ആദ്യത്തേത്, ഈ ഒരു മിസൈൽ പാകിസ്ഥാൻസ് ഫയർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ മിസൈൽ ഇങ്ങനെ പൂർണ്ണമായും നല്ലൊരു നിലയിൽ ലഭിച്ചിട്ടുണ്ടാകില്ല. കാരണം മോഡേൺ PVR മിസൈൽസിൽ സെൽഫ് ഡിസ്ട്രക്റ്റഡ് മോഡ് ഉണ്ട്. ഈ PVR മിസൈൽസ് ഒരു പക്ഷേ ശത്രുക്കളെ ആക്രമിക്കാതെ മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് സ്വയമേ പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ ശത്രുക്കളെ ആക്രമിക്കാതെ മറ്റേതെങ്കിലും ലൊക്കേഷനിൽ ചെന്ന് സിഗ്നൽ ലോസ്റ്റ് ആയി എന്ന് സ്വയം മനസ്സിലായാലും അത് പൊട്ടിത്തെറിക്കും. പെട്ടെന്ന് തന്നെ അത് വേപ്പറൈസ് ആകും. ശത്രുക്കളുടെ കയ്യിൽ ഇങ്ങനെ പൂർണ്ണമായും ശത്രുക്കളുടെ കയ്യിൽ ഒരിക്കലും ഇങ്ങനെ പൂർണ്ണമായും ആ മിസൈൽ ലഭിക്കില്ല. എന്നാൽ ഇവിടെയുള്ള കേസിൽ ആ മിസൈൽ പൂർണ്ണമായും ലഭിച്ചു എന്ന് പറയുമ്പോഴാണ് ചില ചോദ്യങ്ങൾ വരുന്നത്. ഈ ഒരു മിസൈൽ ജാം ചെയ്തിട്ടുണ്ടാകുമോ? ഇലക്ട്രോണിക് വാർഫെയർ വഴി ഇതിന്റെ സിഗ്നലിനെ കുഴപ്പിക്കുകയും ഇതിനെ താഴെ വീഴ്ത്തിയിട്ടുണ്ടാകുമോ എന്ന ഒരു ചോദ്യം. അടുത്തത്, ഈ മിസൈലിന്റെ ഇമേജ് വെരിഫൈ ചെയ്യുമ്പോൾ ഒരുപാട് വ്യക്തികൾ പറയുന്നത് ഇതിൽ ബേൺ മാർക്ക് ഒന്നും തന്നെ ഇല്ല എന്ന്. അതായത് ഈ മിസൈൽ വെള്ള നിറത്തിലാണുള്ളത്. ഇതിന്റെ എൻജിൻ ഭാഗത്ത് എന്തായാലും ഒരു ഫയർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചെറിയ ചെറിയ ബേൺ മാർക്സ് അവിടെ ഉണ്ടാകണം ആ ബോട്ടം സൈഡിൽ. പക്ഷെ അങ്ങനെ ഒന്നും ഈ മിസൈലിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കേജ് ആക്കി ഈ ഒരു മിസൈലിനെ നമ്മുടെ പക്കൽ ഡെലിവറി ചെയ്തതുപോലെയാണ് ആ മിസൈൽ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇത് ഫയർ ചെയ്തതുപോലെയും തോന്നില്ല. ഇനി അങ്ങനെ ഫയർ ചെയ്താലും സെൽഫ് ഡിസ്ട്രക്റ്റഡ് ബട്ടൺ പ്രവർത്തിച്ചിട്ടില്ല. കൂടാതെ ഈ ഒരു മിസൈൽ താഴെ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകണം. താഴെ വീണതായിട്ട് പോലും തോന്നില്ല. ആ ഒരു പ്രത്യേകം മിസൈൽ മാത്രം താഴെ വീണതുപോലെ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മിസൈൽ ഒരു യുദ്ധവിമാനവുമായി ക്രാഷ് ആയിട്ടുണ്ടാകണം. ഈ ഒരു വിമാനം ഏതെങ്കിലും യുദ്ധവിമാനത്തിൽ അറ്റാച്ച് ആയിട്ടുണ്ടാകണം. ഈ മിസൈലിനെ ഫയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ യുദ്ധവിമാനവുമായി ചേർന്നത് ക്രാഷ് ആയിട്ടുണ്ടാകണം. ആ ഒരു ക്രാഷിന് ശേഷം പോലും മിസൈലിനൊന്നും തന്നെ സംഭവിക്കാതെ താഴെ വീഴുകയും അതിനെ തിരികെ എടുക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇന്റർനെറ്റിൽ മുഴുവനും പടരുന്നത്. പക്ഷെ ഇവയൊന്നും വെരിഫൈഡ് ആയ കാര്യമേ അല്ല. ഇതൊക്കെ വെറും സ്പെക്കുലേഷൻസ് ആണ്, തിയറീസ് മാത്രമാണ്. ഈ ഇമേജ് നോക്കി ഒരുപാട് പേർ ചില ഊഹാപോഹങ്ങൾ പറയുന്നു, അത്രമാത്രം. ഒരു പക്ഷേ ഒരു ഫൈറ്റർ ജെറ്റ് ക്രാഷ് ആയിട്ടുണ്ടാകാം. ക്രാഷ് ആയതിൽ നിന്നും ഈ ഒരു മിസൈലിനെ നമ്മൾ റിട്രീവ് ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ മിസൈലിനെ പാകിസ്ഥാൻ തന്നെ ഫയർ ചെയ്തിട്ടുണ്ടാകാം, PL-15E. പക്ഷേ ആ മിസൈൽ അതിൻ്റെ ജോലി കൃത്യമായി ചെയ്തില്ല. എന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകണം. പക്ഷെ അതും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ചൈനീസ് ആയുധങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചാണ്. നമ്മൾ ഇതിനകം തന്നെ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അവരുടെ HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ അവരുടെ PVR മിസൈൽസ് ഫുള്ളി ഇൻടാക്റ്റായി നമ്മുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കേസ് അറിയേണ്ടതുണ്ട്. മുൻപ് നടന്ന ഒരു സംഭവമാണ്. എയിം എന്ന അമേരിക്കൻസിന്റെ PVR മിസൈൽ. ഇത് കോൾഡ് വാർ സമയത്ത് അമേരിക്കയ്ക്ക് വളരെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നോളജി തന്നെ നൽകി. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ പക്കൽ ഇങ്ങനെയുള്ള PVR മിസൈൽസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഈ സോവിയറ്റ് യൂണിയൻ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും PVR മിസൈൽസിന്റെ ഒരു ഐഡിയ നമുക്ക് ലഭിക്കണം, അതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാനെങ്കിലും സാധിക്കണം, ഏതെങ്കിലും ഒരു മിസൈൽ ലഭിച്ചാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് അമേരിക്കയുടെ ഫാൻഡം യുദ്ധവിമാനം അല്ലെങ്കിൽ മറ്റേതോ ഒരു യുദ്ധവിമാനം സോവിയറ്റ് യൂണിയന്റെ മിഗ് വിമാനത്തിനെതിരെ അവരുടെ മിസൈൽ ലോഞ്ച് ചെയ്തു. സോവിയറ്റ് മിഗ് എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ഇടയിൽ നടന്ന ഒരു യുദ്ധമല്ല. ഇത് സോവിയറ്റ് മിഗ് ഉപയോഗിക്കുന്ന ഒരു തേർഡ് കൺട്രിക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടന്ന ഒരു യുദ്ധമാണ്. ആ ഒരു യുദ്ധത്തിൽ മിഗിൽ ചെന്ന് കുടുങ്ങിയ ആ ഒരു എയർ ടു എയർ മിസൈൽ എക്സ്പ്ലോഡ് ആയിട്ടുമില്ല, സെൽഫ് ഡിസ്ട്രക്റ്റഡ് ആയിട്ടുമില്ല. അപ്പോൾ ഈ മിഗ് പൈലറ്റ് ചെയ്തത് ആ ഡാമേജ് ആയ യുദ്ധവിമാനത്തെ വളരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു സൈഡ് വിൻഡർ മാറ്റുകയും ഭദ്രമായി ആ ഒരു മിസൈലിനെ പാക്ക് ചെയ്ത് സോവിയറ്റ് യൂണിയനിലേക്ക് പാർസൽ ചെയ്തു. സോവിയറ്റ് യൂണിയൻ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അതിൽ നിന്ന് അവരുടെ PVR ക്യാപ്പബിലിറ്റി മറ്റെവിടെ കൊണ്ടുപോയി. അപ്പോൾ സിമിലറായ അതുപോലൊരു സംഭവമാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഈ PL-15E മിസൈൽ എങ്ങനെ ഇന്ത്യക്കുള്ളിലേക്ക് വന്നു എന്ന് അറിയില്ല. ആക്ച്വലി നമുക്കാണ് അറിയാത്തത്. ഇത് ഇന്ത്യൻ ആർമി, എയർഫോഴ്സിനൊക്കെ ഇതറിയാം. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചില ദിവസത്തിൽ തന്നെ ഒരു പക്ഷേ അവർ നൽകുമായിരിക്കാം, എങ്ങനെ മിസൈൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച്. എന്നാൽ നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ അറിയില്ല. ഈ വന്ന മിസൈൽസ് സീക്കറുമായി കുടുങ്ങിയിട്ടുണ്ട്. സീക്കർ പ്രത്യേകം മറ്റൊരു സ്ഥലത്തേക്ക് വീണു എന്നുള്ളതാണ് റിപ്പോർട്ട്. മെയിൻ ബോഡി ഒരു ഭാഗത്തും സീക്കർ മറ്റൊരു ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ രണ്ടും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയാണെങ്കിൽ ചൈനീസിന്റെ PVR ടെക്നോളജി എങ്ങനെയാണെന്നുള്ളത് നമ്മെ കൊണ്ട് പഠിക്കാൻ സാധിക്കും. കൂടെ തന്നെ ഈ PVR ടെക്നോളജിയിൽ നിന്നും നമ്മെ എങ്ങനെ പ്രതിരോധിക്കാം, ഇതിന്റെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ എക്യുപ്മെന്റ്സ് നമ്മെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും.
ഇപ്പോൾ ഈ PL-15E എന്നത് നമുക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു സ്വർണ്ണമുട്ടയല്ല, ഇത് പൂർണ്ണ വെസ്റ്റേൺ കൺട്രീസിനും ലഭിച്ചിട്ടുള്ള ഒരു സ്വർണ്ണമുട്ടയാണ്. അപ്പോൾ തീർച്ചയായും അമേരിക്കൻസ് ഇന്ത്യയുമായി ഒരു ഡീലിലേക്ക് വരും. ചില ടെക്നോളജീസ് ഞങ്ങൾ തരാം, പകരം PL-15E കുറിച്ചുള്ള റിസർച്ച് പേപ്പർ നൽകണമെന്നവർ ആവശ്യപ്പെടും. അപ്പോൾ ഈ PL-15E അല്ലെങ്കിൽ PL-15 ടെക്നോളജിയുടെ ബേസിസ് അത് പഠിക്കാൻ നമുക്കിതൊരു നല്ല അവസരമായിരിക്കും. അതായത് ചൈനക്കാർ PVR ക്യാപ്പബിലിറ്റിയിൽ വളരെ ടോപ്പ് മോസ്റ്റ് മിസൈൽസായി വെച്ചിരുന്നതാണ് ഈ PL-15. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ PL-15E മിസൈലിനെ DRDO ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകണം. അടുത്തത് F-16 യുദ്ധവിമാനത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഇന്നലെ ഒരു F-16 യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയതായി ന്യൂസസ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു F-16 പൈലറ്റ് കസ്റ്റഡിയിലുണ്ട് എന്ന രീതിയിലും വാർത്ത വന്നിരുന്നു. ഇത് അൺവെരിഫൈഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇപ്പോഴത്തേക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ നാഷണൽ മീഡിയയിൽ ഈ F-16 വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയ ഒരു ന്യൂസ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അത് ഫേക്ക് ആണെങ്കിൽ ഉടൻ തന്നെ അവരത് റിമൂവ് ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ ഇപ്പോഴും ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്, അത് തീർച്ചയാണ്. എന്നാൽ പൈലറ്റ് ജീവനോടെയുണ്ടോ, കസ്റ്റഡിയിലുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. പ്രസ് ബ്രീഫിംഗ് ഇന്ന് എന്തായാലും സംഭവിക്കും. പ്രസ് ബ്രീഫിംഗിൽ നിന്നും നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കാം. അങ്ങനെ പ്രസ് ബ്രീഫിംഗിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഏതൊക്കെയാണ് കൺഫേംഡ്, ഏതൊക്കെയാണ് അൺവെരിഫൈഡ്, ഇതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ഈ പൈലറ്റിനെ ക്യാപ്ചർ ചെയ്തു ഇല്ലയോ എന്ന് നമുക്കൊന്നും അറിയില്ല. PL-15E താഴെ ചിതറിക്കിടക്കുകയാണ്. PL-15E കിടക്കുന്നുവെന്നുള്ളപ്പോൾ പോസിബിളി ഈ ഒരു മിസൈൽ ഫുള്ളി ഇൻടാക്റ്റായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ലോഞ്ച് ചെയ്യാതെ PL-15E എങ്ങനെയാണ് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ വരിക? ഏതെങ്കിലും ഒരു വിമാനവും ചേർന്നത് വീണിട്ടുണ്ടാകണം. പക്ഷേ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. വീണ്ടും ചില മാധ്യമം പറഞ്ഞത് ഇന്നലെ രാത്രി JF-17 വെടിവെച്ച് വീഴ്ത്തി എന്നും പറഞ്ഞു. PL-15E F-16 നമുക്ക് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കില്ല. JF-17 J-10C മാത്രമേ അത് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ പോസിബിളി ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈനീസ് മെയ്ഡ് വിമാനങ്ങൾ അവിടെ ക്രാഷ് ആയിട്ടുണ്ടാകാം. ഇതും സ്പെക്കുലേഷൻ ആണ്, ഇതും സത്യമാണോ എന്നറിയില്ല. എന്തായാലും പ്രസ് ബ്രീഫിംഗ് വരുന്നതുവരെയും കാത്തിരിക്കാം. അടുത്ത് നമ്മൾ അറിയേണ്ടത് S-400 ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനമാണ്. ഇന്നലെ രാത്രി S-400 മാത്രം അല്ല ഉപയോഗിച്ചത്, നമ്മുടെ ഇൻഡിജിനസ് സിസ്റ്റമായ ആകാശ് വ്യോമപ്രതിരോധ സംവിധാനവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും ഒരുപാട് ഡ്രോൺസ് മിസൈൽസിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ആന്റി എയർക്രാഫ്റ്റ് ഗൺസ്, ഇതും നമ്മൾ ഇൻഡിജിനസ് ആയി നിർമ്മിച്ച ഡ്രോൺസ് ആണ്. ഇതും ഒരുപാട് ഡ്രോൺസിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ S-400 മാത്രമല്ല നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. നമ്മൾ ആഭ്യന്തരമായി നിർമ്മിച്ച ആകാശ് വ്യോമപ്രതിരോധ സംവിധാനത്തിനും ഈ ഗൺസിനും ക്ലെയിംസ് നൽകണം. ഇവയ്ക്കും നമ്മുടെ ഒരു അഭിനന്ദനം നൽകേണ്ടത് ആവശ്യമാണ്. അടുത്തത് S-400 അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. കാരണം ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനാണെങ്കിൽ ആകാശും ഇസ്രായേലിന്റെ ബറാക്കും മതിയല്ലോ. അപ്പോൾ അവിടെ S-400 ഉപയോഗിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. ഇവിടെ പാകിസ്ഥാനിൽ ഡീപ് പാകിസ്ഥാൻ ടെറിട്ടറിക്കുള്ളിൽ, അതായത് പഞ്ചാബ് പ്രൊവിൻസിൽ S-400 ലോങ്ങസ്റ്റ് റേഞ്ച് ഇന്റർസെപ്റ്റർ അതിന്റെ ചില സ്പെയർ പാർട്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ പഞ്ചാബ് പ്രൊവിൻസിലെ ഏതെങ്കിലും ഒരു ഏരിയൽ ടാർഗറ്റിനെ വെടിവെച്ച് വീഴ്ത്താനായി S-400 ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏത് ഏരിയൽ ടാർഗറ്റ് ആണെന്ന് അറിയില്ല. ഒരു പക്ഷേ അത് AWACS ആയിരിക്കാം. അതും സത്യമാണോ ഇല്ലയോ എന്നറിയില്ല. പ്രസ് ബ്രീഫിംഗിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാനും സാധിക്കൂ. എന്തായാലും S-400 ഏതൊരു ടാർഗറ്റിനെ എൻഗേജ് ചെയ്തിട്ടുണ്ട്, സ്പെയർ പാർട്സും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും S-400 ഉപയോഗിച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇൻഡിജിനസ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമാണെങ്കിൽ വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.